യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രമേശിനെ വിളിച്ചത് ഒരു കല്യാണത്തിന്റെ വർക്ക് വന്നിട്ടുണ്ടെന്ന് ഗോവിന്ദനെ രമേശിനോട് ചെയ്യാന്ന് പറഞ്ഞു. അത് നന്നായി ചെയ്തോട്ടാ. ഇനി ചെലവ് കൂടുതലുള്ളതാ. ഒരു വർക്കും വിട്ട് കളയണ്ട. അതെ അതെ, ഇനി ഒരു വർക്കും വിട്ട് കളയണ്ട. കുടുംബത്തിന്റെ നെടുന്തൂണല്ലേ വീണ് കിടക്കുന്നത്. കിട്ടുന്ന പണിയൊക്കെ ചെയ്തില്ലെങ്കിലേ മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. നീ മിടുക്കനടാ സേതു. എവിടെ ഇരുന്നാലും സ്വന്തം തൊഴിലിനോട് ആത്മാർത്ഥതയുണ്ട്. അത് വേണമല്ലോ വല്യച്ഛ. ഇക്കാര്യത്തിൽ എന്റെ ഗുരു വല്യച്ഛനാണല്ലോ. ഗുരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ നല്ലൊരു വർക്ക് ചെയ്തിട്ട് മാസങ്ങളായി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വല്യച്ഛനെന്താ ആലോചിക്കുന്നു? ഒന്നുമില്ലടാ, ഇനി നിനക്കങ്ങോട്ട് ചെലവ് കൂടുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കായിരുന്നു. പാവം ഭാവന ഓടി നടന്ന് ഓരോന്ന് ചെയ്തപ്പം ആരും ഒന്നും അറിഞ്ഞില്ല. ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രം. ഇനിയാ അവളുടെ വില നിങ്ങൾ അറിയാൻ പോകുന്നത്. മാമി ഈ പറഞ്ഞതാ ശരി. ശരിക്കും ഭാവന എന്താണെന്നും ഭാവന എന്തായിരുന്നു എന്നും ഇനിയാ ഞങ്ങൾ അറിയാൻ പോകുന്നേ. അതിന്റെ അർത്ഥം ഭാവന ഇതുവരെ ഒരു വണ്ടിക്കാളെ ആയിരുന്നു എന്നല്ലേ? അല്ല, മായയുടെ സംസാരം കേട്ടപ്പം എനിക്കങ്ങനെയാ തോന്നിയത്. ഞാനൊരു സത്യം പറഞ്ഞതാ. ഭാവനയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാം. വണ്ടിക്കാളെന്ന വാക്ക് മാമിയുടെ നാവിൽ നിന്ന് വന്നതേ തെറ്റാ. ഞങ്ങൾക്ക് അവൾ നിലവിളക്കാം. പക്ഷേ ആ നിലവിളക്കിന്റെ തിരി അണഞ്ഞില്ലേ? ഇനി അത് തെളിയോ ഇല്ലയോ എന്ന് എന്താ ഉറപ്പ്? വലിമേ, ദൈവം ഇതിങ്ങൊന്നും സംസാരിക്കരുത്. ഭാവന പഴയതിലും മിടിക്കായിട്ട് തന്നെ തിരിച്ചു വരും. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. എടാ, വിശ്വാസമൊക്കെ നല്ലത് തന്നെയാ. അതിങ്ങനെ വാക്കുകൾ മാത്രം പോരാ. ഭാവനയെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം. കൊണ്ടുവരും വല്യച്ഛ. ഞാൻ ജീവനോടെ ഇരുന്നാല് ഭാവനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പാപ്പേടാ, സേതുവിന്റെ ആത്മവിശ്വാസത്തെ നമ്മളെന്തിനാ ചോദ്യം ചെയ്യുന്നേ? ഇതുപോലൊരു ഏട്ടനെ ഭാവനയ്ക്ക് കിട്ടിയത് തന്നെ പുണ്യവാ. അല്ല വല്യമ്മേ, ഭാവനയെ പോലൊരു കൂടപ്പിറപ്പിനെ കിട്ടിയത് സേതുവേട്ടന്റെ പുണ്യോ? ഓ, ആണോ? എന്നാലേ ഈ പറഞ്ഞത് സത്യമാകണമെങ്കിലേ അതിന്റെ ഗുണം ഭാവനയ്ക്ക് ഉണ്ടാവണം. അല്ലാതെ കറവ പറ്റിയ പശുവിനെ പോലെ നിങ്ങൾ അവളെ തള്ളിക്കളയരുത്. മാമി വന്നത് ഞങ്ങളുടെ ഉള്ള സമാധാനം കൂടെ കളയാനാണോ, അതോ ഭാവനയുടെ സുഖവിവരം അറിയാനോ? എന്താ മായ, ഞങ്ങളതിന് വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് സമൂഹത്തിൽ പലരും നേരിടുന്ന അവസ്ഥ കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞോ. ഭാവനയ്ക്കും അതുപോലൊരു ഗതി വരാതിരിക്കാൻ. ഇല്ല വല്യച്ഛ, ഭാവനയ്ക്കൊരു ബുദ്ധിമുട്ടും വരാൻ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്കാർക്കും അവളുടെ അധികം പറ്റാവത്തില്ല. എന്താ ഒരു സ്നേഹം! അല്ല, സൂര്യ കണ്ടില്ലല്ലോ. ഭാര്യ ഒന്ന് വീണുപോയാ അവളെ ഇട്ടിട്ട് വേറെ ഒരുത്തിയെ തേടി പോകുന്ന കാലവാ. പിന്നെ ആ കെട്ടുപോലും കഴിയാത്ത കാമുകൻ. എന്റെ വലിയ വലിയമ്മയുടെ മര്യാദ സംസാരിക്കാൻ പറഞ്ഞു. ഒന്നാമത് ഞാനൊരു വല്ലാത്തൊരു അവസ്ഥ നിൽക്കുക. അതിൻ്റെ കൂടെ വലിയമ്മയുടെ വല്ലാത്തൊരു സംസാരവും. സോറി സേതു, ഞാൻ നിർത്തി. ചേടാ, മനസ്സിലുള്ളത് ചോദിക്കാനും പറയാനും പാടില്ലേ? അതിനൊക്കെ ഒരു മര്യാദയുണ്ട് മാമി. അല്ലാതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അല്ല സംസാരിക്കേണ്ടത്. നീ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ജാനകി, വേണ്ട. നമ്മൾ വന്നെന്തിനാ? ഭാവനയെ കാണാം. വാ, അവളെ കണ്ട് നമുക്ക് പോവാം. ശരി പാപ്പേട്ട, നമ്മൾ ഇനി ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇവരുടെ സമാധാനം കളയണ്ട. പാപ്പേട്ടൻ വാ. വലിച്ച ഭാവന ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താടാ ഞങ്ങൾ അവളെ കണ്ട കുഴപ്പം? വലിച്ച ഡോക്ടറുടെ അനുവാദം ഇല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാളെ അകത്തേക്ക് വിടത്തില്ല. ഞങ്ങളതിന് പുറത്തുനിന്നുള്ളവരാണോ? പുറത്തു നിന്ന് വരുന്നവര് പുറത്തുള്ളവർ തന്നെ. എന്നാലേ ഞാൻ ഭാവനയുടെ വല്യമ്മയാ. അവളെ കാണാനുള്ള അവകാശം അധികാരവും ഒക്കെ എനിക്കുണ്ട്. അതൊക്കെ കുടുംബത്ത് വന്നിട്ട് മതി മാമി. ഇത് വീടല്ല, ഹോസ്പിറ്റലാണ്. എന്താ സേതു, അപ്പൊ ഭാവന കാണാൻ പറ്റില്ലെന്നാണോ? അതേ വലിച്ച, ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ഭാവനയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞങ്ങളൊന്ന് കണ്ടു കരുതി ഭാവനയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവോ? അത് പറയാൻ പറ്റില്ല മാമി. കൊലയാളിയായ വൈറസിന്റെ കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്.
ആരുടെ ശരീരത്തിൽ അതുള്ളതെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റത്തില്ല. നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മായേ. അപ്പോ ഞങ്ങള് കൊലയാളി വൈറസ് ആണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാനൊരു ലോകസത്യം പറഞ്ഞതാ. എന്തിനാ വല്യമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഭാവന ഇപ്പൊ കാണാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണോ? മായ പറഞ്ഞതിന്റെ അർത്ഥം വല്യമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ടാ. ഇവൾ ഉദ്ദേശിച്ച കൊറോണയെ കുറിച്ചാ. എന്തോന്ന് കൊറോണ? ഇതുപോലെ കുറെ എണ്ണത്തിനെ ഞാനും കണ്ടിട്ടുള്ളതാ. എന്താ ഇവിടെ ഒരു സംസാരം? അല്ല ഡോക്ടറെ, ഞങ്ങള് ഭാവനയുടെ വല്യച്ഛനും വല്യമ്മയും ഭാവനയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഇവര് സമ്മതിക്കുന്നില്ല. ഇവര് സമ്മതിക്കാത്തത് മനഃപൂർവ്വം അല്ലല്ലോ. ഭാവനയെ കാണാൻ ആരെയും അനുവദിക്കരുതെന്ന് പിന്നെയും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ദൂരെ നിന്നൊന്ന് കണ്ടിട്ട് പോയിക്കോളാം പ്ലീസ് ഡോക്ടർ. നിങ്ങൾക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പേഷ്യന്റിന്റെ നന്മയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ദേ, ഇക്കാര്യത്തിൽ ആരോടും ഒരു ദയം കാണിക്കേണ്ട കാര്യമില്ല, കേട്ടല്ലോ? ശരി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. എന്തെങ്കിലും ഒരു കാരണം ഡോക്ടർ അങ്ങനെ പറയത്തില്ലല്ലോ വലിച്ച. പാപ്പേട്ട, അപ്പൊ ഭാവനയ്ക്ക് അത്രയ്ക്ക് സീരിയസ് ആയിരിക്കും. അതുകൊണ്ടാവും ഡോക്ടർ ഇത്ര കർശനമായിട്ട് പറഞ്ഞത്. എന്നാ പിന്നെ നിനക്കിത് പറഞ്ഞാ പോരായിരുന്നോ സേതു? ഞങ്ങള് കരുതിയത് ഭാവനയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സോറി ജാനകി, വാ നമുക്ക് പിന്നെ ഞാൻ വന്ന് കാണാം. ശരി പാപ്പേട്ട. രണ്ടും ഇത്രയ്ക്ക് പാഴ്ജന്മങ്ങളായി പോയല്ലോ സേതുവേട്ടാ. വിട്ടേക്കുമായി നമ്മുടെ വേദനയും മാനസികാവസ്ഥയൊന്നും അവർക്കറിയത്തില്ലല്ലോ. അറിയാഞ്ഞിട്ടല്ല സേതുവേട്ടാ, അവർക്കിപ്പോഴും ഭാവനയോടുള്ള പകയും ദേഷ്യമൊന്നും തീർന്നിട്ടില്ല. അത് ആ മുഖത്തും സംസാരത്തിലൊക്കെ കാണുകയും ചെയ്യാം. വല്യച്ഛനും വല്യമ്മയും ആയിപ്പോയി. ഇല്ലെങ്കിൽ ഞാനിപ്പോ കാണിച്ചു കൊടുക്കായിരുന്നു. എന്തായാലും വന്നു. ഭാവനയ്ക്ക് എന്തായിന്നറിയാതെ എനിക്ക് ഇനി ഉറക്കം വരത്തില്ല. എത്ര ബുദ്ധിമുട്ടിട്ടാണെങ്കിലും നമുക്ക് അവളെ കാണണം. വരട്ടെ ജാനകി, ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത്. ഈ സമയത്ത് ഗായത്രി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും നമ്മളെ തടയില്ലായിരുന്നു. പറയും പോലെ ഗായത്രി എവിടെ പോയി? വല്ല ക്യാൻറ്റീനിലും മറ്റു പോയതാവും. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, പോയി ശ്രീറാം ഡോക്ടറെ തന്നെ കാണാം. നമ്മൾ വന്ന് തന്നെ ശ്രീറാം ഡോക്ടറെ കാണാനാണല്ലോ. അത് ശരിയാ. ഈ ഹോസ്പിറ്റലില് ഭാവനയുടെ ഏക ശത്രു ഡോക്ടർ ശ്രീറാം ആണല്ലോ. നീ വാ. ഞാൻ പറഞ്ഞത് സത്യ. ഭാവന ഇനി പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അഥവാ തിരിച്ചു വന്നാലും വെറും ഡമ്മി ആയിരിക്കും വരുന്നത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും വെറും കാഴ്ച വസ്തുവായി കിടക്കുന്ന ഒരു ഡമ്മി. അത് മതി ഡോക്ടർ. അവള് ചാവുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ കിടക്കുന്നത് തന്നെയാ. ഓ എന്റെ ദേവി, എന്റെ പ്രാർത്ഥനകൾക്കും നേർച്ചകൾക്കും ഒരു ഫലം നീ തന്നല്ലോ. നിനക്ക് 100 കോടി പുണ്യം കിട്ടും. ഡോക്ടറെ, ഈ പറഞ്ഞാൽ വിശ്വസിക്കാലോ അല്ലേ? അതെന്താ സാർ അങ്ങനെ ഒരു സംശയം? എന്തെങ്കിലും ഉറപ്പില്ലാതെ ഞാൻ പറയൂ? അതുകൊണ്ടല്ല ഡോക്ടർ, ഭാവനയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്താഗ്രഹിച്ചാലും ഒടുവിൽ അതെല്ലാം അവൾക്ക് അനുകൂലമായിട്ടേ മാറും. എന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയുന്ന പോലെ ആയിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. ഡോക്ടർ ഇത്രയ്ക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ അത്രമാത്രം ഉറപ്പുണ്ടായിട്ടായിരിക്കും. അതെ മാഡം, ഭാവനയുടെ തുള്ളിച്ചാട്ടോ അഹങ്കാരമൊക്കെ എന്നേക്കുമായിട്ട് അവസാനിച്ചു.